എന്താ ഈ ഹെൽമെറ്റ് എന്റെ മോനിക്ക് കൊടുക്കുക. ഈ പെട്രോൾ പമ്പിന്റെ അടുത്ത് ജ്യൂസ് കടയിലുണ്ട് എന്റെ മോന്, ഒന്ന് കൊടുക്കും. അതിനൊന്നപ്പാ ഞാൻ കൊടുത്തോളാം. ഓൻ ആ ജ്യൂസ് കടയിൽ തന്നെ ഉണ്ടാവില്ലേ? ഓനാടെ തന്നെ ഉണ്ടാവുമപ്പാ, ഞാൻ വിളിച്ചു പറഞ്ഞോളൂ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ച് അവിടെ ചെക്ക് ചെയ്യും. ആ ഹലോ എടാ, ഞാൻ ബൈക്കിന്റെ മുകളിൽ ഒന്ന് വീണടാ. ഇല്ല, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഹെൽമെറ്റ് ഉണ്ടേനു. ഞാൻ വരുന്ന വഴിക്ക് ഒരു എനിക്കൊരു ഹെൽമെറ്റ് തന്നു. ഞാൻ ഹെൽമെറ്റ് എടുക്കാണ്ടേനും വന്നു. ഇല്ല, തലയടിച്ചിട്ട് വീണു. പക്ഷേ എങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ആ ഇല്ല, ഓക്കെ ഓക്കെടാ. മോനെ മോനെ നിർത്ത് 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 നിർത്ത്. എന്റെ മോനുണ്ടേനു മട്ടന്നൂര് ജ്യൂസ് കടയില്, ഒന്ന് ഈ ഹെൽമെറ്റ് കൊടുക്കുക. എല്ലാം ഓനിക്കന്നെ കണ്ടാ മനസ്സിലാവുക. ആ മനസ്സിലാവും, ഞാൻ വിളിച്ചു പറഞ്ഞോളൂ. എന്റെ മോനെ ഈ ഹെൽമെറ്റ് എടുത്ത് തലയിലിട്ടാട്ടെ, അവിടെ പോലീസ് ചെക്കിങ് ഉണ്ട്. അല്ലിത്ത, നിങ്ങൾ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഹെൽമെറ്റ് കൊടുക്കുന്നു. ഇന്നലെ എനിക്ക് ഹെൽമെറ്റ് തന്നു, ഇന്ന് ആ കുട്ടിക്ക് ഹെൽമെറ്റ് കൊടുത്തു. ഇന്നലെ നിങ്ങൾ എനിക്ക് ഹെൽമെറ്റ് തന്നുകൊണ്ട് വലിയ ഉപകാരമായി. ഞാൻ ഇന്നലെ വീണിട്ട് എനിക്കൊന്നും സംഭവിച്ചത്, തലയടിച്ചിട്ട് വീണെങ്കിലും എനിക്കൊന്നും സംഭവിക്കാത്തത് നിങ്ങൾ ഹെൽമെറ്റ് തന്നുകൊണ്ടാണ്. നിങ്ങൾ എന്തിനാ ഈ ഹെൽമെറ്റ് എല്ലാവർക്കും കൊടുക്കുന്നു? അതൊന്നും ഇല്ല മോനെ. നിങ്ങൾക്കൊരു ഹെൽമെറ്റ് തന്നിട്ടുണ്ടാവും അല്ലേ? ഓറെ മോന് കഴിഞ്ഞല്ലോ ഇതുപോലെ ബൈക്കിൽ പോകുമ്പോ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോയതാ. ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, തലയടിച്ചാ മരിച്ച. അന്ന് മുതൽ ഇങ്ങനെ ആരെങ്കിലും ഹെൽമെറ്റ് ഇടാണ്ട് പോകുന്ന കാണുമ്പോ എല്ലാരെയും വിളിച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടു. പാവം, ഒരേ ഒരു മോനേ ഉള്ളൂ. ഹെൽമെറ്റ് ധരിക്കാണ്ട് പുറത്തു പോകുന്നവര് ഇതുപോലെ നമ്മളെ കാത്തിരിക്കുന്ന ഉമ്മമാരെ മുഖം മറന്നു പോകല്ലേ. 2024 മാത്രം കേരളത്തിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചവർ 1470 പേർ. അതിൽ ഭൂരിഭാഗവും ഹെൽമെറ്റ് ധരിക്കാത്തവർ.